കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ല പ്രഭാതയാമം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ദാനമായി നമുക്ക് നൽകി. ആ നല്ല കർത്താവിനെ ഹല്ലേലൂയ എന്ന പകൽക്കാലം നമുക്ക് നന്ദിയുള്ളവരായി കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നാം കാണുമ്പോൾ ഹല്ലേലൂയ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നല്ല ഒരു സൗഖ്യദായകനായ യേശുവിനെ നാം അവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. 12 സംവത്സരമായി രക്തസ്രവമുള്ളവളായി തൻ്റെ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ഒട്ടും ഭേദം വരാതെ ഇരുന്ന ആ രക്തസ്രവമുള്ള സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടിട്ട് ആ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ വന്ന് തൊട്ടതായി നാം അവിടെ വായിക്കുന്നു. യേശുവിന് ചുറ്റും പുരുഷാരൊക്കെ കൂടിയിരുന്നപ്പം ഹല്ലേലൂയ യേശു പറയുന്നു, എന്നെ തൊട്ടതാറെന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ശിഷ്യന്മാരൊക്കെ പറയുന്നുണ്ട്, കർത്താവെ, നിങ്ങളെ ഇത്രയും ജനങ്ങൾ തിക്കി തിരക്കുമ്പോൾ എന്നെ തൊട്ടതാറെന്ന് ചോദിക്കുന്ന എന്തിനാ? കാരണം ഹല്ലേലൂയ നിൻ്റെ ചുറ്റും ഒത്തിരി പുരുഷാരമല്ലേ തിങ്ങി നിൽക്കുന്ന. കർത്താവ് അവിടെ പറയുന്നുണ്ട്, അല്ല, എന്നെ ഒരാൾ തൊട്ടു. അപ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് ആ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പറയുക, കർത്താവെ, ഞാനാ തൊട്ടത്. ഹല്ലേലൂയ. യേശു പറയുന്നുണ്ട്, നിൻ്റെ വിശ്വാസം, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അവൾ ഹല്ലേലൂയ അവളുടെ രോഗം മാറി, തൻ്റെ ശരീരത്തിൽ രോഗം മാറി എന്നവൾ അറിഞ്ഞു. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായിരുന്ന മുഴുവനും അവൾ ചെലവാക്കിയിട്ടും രോഗം മാറാതിരുന്ന ആ രക്തസ്രവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പം അവളുടെ ജീവിതത്തിൽ സൗഖ്യമായി നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവളുടെ വിശ്വാസം എത്ര വലുതാ. അവളോട് മറ്റുള്ളവർ പറഞ്ഞു കാണും, യേശു സൗഖ്യമാകുന്ന കർത്താവാണെന്ന്. അവളുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ അവളുടെ ജീവിതത്തിൽ ഇടയായി. ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവളുടെ ജീവിതം സൗഖ്യമായി. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രോഗത്തിൻ്റെ അവസ്ഥകളിൽ ഹല്ലേലൂയ ഒരിക്കലും ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിട്ടും എൻ്റെ രോഗം എന്താ ഇതുവരെ സൗഖ്യമാകാത്ത, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു പ്രയാസം, എൻ്റെ രോഗത്തിന് മാത്രം എന്താ വൈദ്യന്മാരെ ചെന്ന് കണ്ടിട്ട് സൗഖ്യമാകുന്നില്ലോ എന്ന് ഭാരത്തോടെ ഇന്ന് പകൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന വചനം പറയുന്നേ. നാം വിശ്വസിക്കുന്നത് എന്താ? കർത്താവ് രോഗസൗഖ്യം, നമ്മുടെ രോഗം മുഴുവൻ യേശു ഏറ്റെടുത്തതാ ക്രൂശിൽ. യേശു നമുക്ക് വേണ്ടി അടിപ്പിണരേറ്റതാ. ഞാൻ പറയാം, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ രോഗിയാകാൻ ആവശ്യമില്ല. കാരണം യേശു ക്രൂശിൽ മുഴുവൻ വിലയും യേശു കൊടുത്ത് തീർത്തതാ. യേശു ഓരോ അടി ഏറ്റതും നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണെന്ന വചനം പറയുന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തെല്ലാം ചെലവാക്കിയിട്ടും സൗഖ്യമാകാതെ ആരെങ്കിലും ഭവനങ്ങളിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് വാസ്തവമായ ഒരു കാര്യം പറയാം. നിങ്ങൾ വിശ്വസിച്ചാൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. ഈ രക്തസ്രവമുള്ള സ്ത്രീ 12 വർഷമായി ആ രോഗത്താൽ ഭാരപ്പെട്ടിരുന്ന ആ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടപ്പം അവൾ സൗഖ്യമായതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാരപ്പെടുന്ന ഏത് വിഷയങ്ങളിലാണോ ആയിരിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തോടുകൂടി കർത്താവിനെ ഒന്ന് തൊടാൻ തയ്യാറായാൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് വിടുവിക്കാൻ ശക്തനാ. കാരണം യേശു ക്രൂശിക്കപ്പെട്ടപ്പം മുഴുവൻ വിലയും കൊടുത്തതാ. നമ്മുടെ ജീവിതത്തിൽ നാം രോഗികളാകാതിരിക്കാൻ വേണ്ടി യേശു അടിപ്പിണരേറ്റത്. യേശു ഏറ്റ ഓരോ അടിയും നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നു, ഈ നിമിഷം വിശ്വസിച്ചാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ സെക്കൻഡിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം കർത്താവ് തരാൻ ശക്തനാ. നിങ്ങൾ വിശ്വസിച്ചാൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ വചനമാ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അത് മുഴുവൻ ദൈവനാമ മഹത്വത്തിനാക്കി കർത്താവ് മാറ്റുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലവും അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാനിടയാകട്ടെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു
മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ ശക്തനാ. ആമേൻ. കർത്താവ് ശക്തനാ. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരും. നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവിനെയാ ഞാൻ ഇന്ന് പകൽക്കാലം ഹാലലൂയ ആമേൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹാലലൂയ. ഇന്ന് പകൽക്കാലം ആ നല്ല കർത്താവിനെ നമ്മൾക്ക് ഒരിക്കൽ കൂടി ഹാലലൂയ ആമേൻ നമുക്ക് ഒരു കണ്ണുകളെ അടച്ച് നമുക്ക് ആമേൻ നല്ല പ്രഭാതത്തിനായി ആ നല്ല അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ ഒരു നല്ല പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ, ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം എത്ര വലുതാ, അങ്ങയുടെ കരുണ എത്ര വലുതാ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഉള്ള കരങ്ങളിൽ ഞങ്ങളെ താങ്ങുന്നതേക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ ആമേൻ ഞങ്ങളെ ഹാലലൂയ ആമേൻ അവിടുത്തെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. തൻ്റെ സ്നേഹം ഹാലലൂയ ഞങ്ങളെ നിർബന്ധിക്കുന്നല്ലോ. ഹാലലൂയ അങ്ങയുടെ സ്നേഹത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടങ്ങെ വാഴ്ത്തുന്നു. ആമേൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഞങ്ങളുടെ വചനമാ. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. ഹാലലൂയ ആമേൻ. ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങൾ എന്നെ കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള കുടുംബങ്ങളുടെ മേൽ കർത്താവെ തലമുറകളെ നൽകി അവരെ മാനിക്കുന്നതേക്കായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഹാലലൂയ വന്ധ്യത മാറിപ്പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അവരുടെ ഹാലലു ഉദരത്തെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ആമേൻ. അവരുടെ ഉദരത്തിൻ്റെ മേൽ പിശാച് ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ആമേൻ. തലമുറ യഹോവ നൽകുന്ന ദാനമെന്ന ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ വായിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ള ആമേൻ കുടുംബങ്ങളുടെ മേൽ ആമേൻ ഹാലലൂയ അവരുടെ ജീവിതങ്ങളിൽ കർത്താവെ തലമുറകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതങ്ങൾ വെളിപ്പെടാനിടയാകട്ടെ കർത്താവേ. ഹാലലൂയ. അതുപോലെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ആമേൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമയം കഴിഞ്ഞിട്ടും എന്താ കർത്താവേ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാത്തത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നതെന്ന് ഭാരത്തോടെ ആരോ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കാനിടയാകട്ടെ. തക്ക തുണകളെ കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമയം കർത്താവെ അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ ഹാലലൂയ. ദൈവനാമം മഹത്വമെടുക്കാനിടയാകട്ടെ. ദൈവ തിരുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഹാലലൂയ ആമേൻ. ദൈവം ഹാലലു തൻ്റെ മക്കൾക്ക് വേണ്ടി ഹാലലു ഒരുക്കിയിരിക്കുന്നത് ആമേൻ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വെക്കുന്ന ഒരു നല്ല കർത്താവ്. ഹാലലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ നല്ല കർത്താവ് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല പിതാവായിരിക്കാൽ സ്തോത്രം. ആ പിതാവിൻ്റെ സ്നേഹത്തിൽ ആമേൻ നിൽക്കാൻ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹാലലൂയ. രോഗികളായി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അവരുടെ ജീവിതങ്ങളിൽ സൗഖ്യം വെളിപ്പെടട്ടെ. ആമേൻ. ഹാലലൂയ. ഒത്തിരി പേര് രോഗത്താൽ കഷ്ടപ്പെടുന്നു. ആമേൻ. അവരുടെ ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യം ഇറങ്ങി വരട്ടെ. ആമേൻ. ഹാലലൂയ. തലവേദനയാൽ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. വളരെ നാളുകളായി തലവേദനയാൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവെ അങ്ങനെയുള്ള വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ കരം യേശുവിൻ്റെ സ്പർശനം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കട്ടെ. പൂർണ്ണമായി അവർ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകളാൽ ഭാരപ്പെടുന്നവർ ഹാലലൂയ നടക്കാൻ കഴിയാതെ ഹാലലൂയ ഭാരത്തോടെ കിടക്കയിൽ കിടക്കുന്ന, എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന ആമേൻ ചിലരുടെ മേൽ കർത്താവേ അങ്ങയുടെ ആണിപ്പെടുതേറ്റ കരം അവരുടെ മേൽ വെക്കണമേ. അവർ ചാടി എഴുന്നേൽക്കട്ടെ. അവരുടെ കാലൂന്നി നിവർന്ന് നിൽക്കാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിലൊരു സൗഖ്യം അവരുടെ ജീവിതങ്ങൾ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ പിതാവേ ആമേൻ. ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ യൗവനക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ.
ദീർഘായുസ്സും ആരോഗ്യമുള്ളവരായി മാറട്ടെ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി ഓരോരുത്തരും മാറുവാൻ കർത്താവ് സ്വർഗമിടയാക്കുന്നതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ സഭകളിൽ കർത്താവെ ആത്മാക്കൾ കൂടി വരാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ സഭകളിൽ ദൈവമഹത്വം വെളിപ്പെടാനിടയാകട്ടെ. കർത്താവെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കർത്താവെ ഓരോ കുടുംബങ്ങളിലും അവിടെ നയിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ നല്ല തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം അയക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി പറയുന്നു. എല്ലാം യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.